ഉന്നതിയിലേക്കും അതിന്റെ അഭിമാന ബോധത്തോടെ ഇഷ്ടബോധത്തോടെ നമുക്ക് മുന്നേറാം. പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ 124-ാം വാർഷികവും അധ്യാപക രക്ഷകർത്താ ദിനവും സോളാർ പ്ലാന്റ് ഉദ്ഘാടനവും സ്കൂൾ അങ്കണത്തിൽ നടന്നു. പൊതുസമ്മേളനത്തിൽ പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു. ഈ രാജ്യത്തിൽ ജീവിക്കുന്ന മക്കളൊക്കെ പ്രതികരിക്കാൻ ഈ വിദ്യാലയത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി എല്ലാവർക്കും. പറയാമോ? ആനുവൽ ഡേ അത് കൂടാതെ പ്രത്യേകതയുണ്ട്. ക്രിസ്മസിന്റെ തലേ ദിവസം നമ്മൾ എന്താ പറയാ? ക്രിസ്മസ് ഈവ് അല്ലെ? തലേ ദിവസം ക്രിസ്മസ് ഈവ് ആണ്. കല്യാണത്തിന്റെ തലേ ദിവസമാണെങ്കിലോ ഇഷ്ടമാണോ? ആ അത്താഴൂട്ട് നല്ല രസമുള്ള ദിവസമാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രധാന ദിവസത്തിന്റെ തലേ ദിവസമാണ് ഇന്ന്. റിപ്പബ്ലിക് ഡേയുടെ തലേ ദിവസം. നാളെ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ എല്ലാവരും കൂടെ വരും. മൂവർണ്ണക്കൊടി വാനിലേക്ക് നമ്മൾ ഉയർത്തും. റിപ്പബ്ലിക് ഡേ ആണ്. അപ്പൊ റിപ്പബ്ലിക് ഡേ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താ റിപ്പബ്ലിക് ഡേ? സ്വാതന്ത്ര്യദിനം നമ്മൾ ആഗസ്റ്റിൽ ആഘോഷിച്ചു. റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായ ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കി ആ നിയമം അനുസരിച്ച് രാജ്യത്തെ ജനങ്ങൾ ജീവിക്കും എന്ന് രാജ്യം നമ്മൾ സ്വന്തം പ്രതിജ്ഞ എടുത്ത ദിവസമാണ് 1950 ജനുവരി 26. അപ്പൊ ആ ദിവസത്തിന്റെ തലേ ദിവസമാണ് സെന്റ് മേരീസ് ഡേ ആയിട്ട് അല്ലെങ്കിൽ സെന്റ് മേരീസ് സ്കൂളിന്റെ ആനുവൽ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഇനി വേറൊരു ചോദ്യം, ഞാൻ ടീച്ചർ കുറച്ച് സമയം സംസാരിക്കുന്നുള്ളൂ. എന്തിനാണ് നമ്മൾ സ്കൂളിൽ വരുന്നത്? പഠിക്കാൻ അല്ലെ? എന്ത് പഠിക്കാൻ? അതിനെക്കുറിച്ചും ഈ ഭരണഘടനയിൽ ഊന്നി നമ്മുടെ മഹാന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ, കൊത്താരി എന്നാണ് ആ കമ്മീഷന്റെ അധ്യക്ഷന്റെ പേര്, അത് എഴുതിയുണ്ടാക്കിയ ആളുടെ പേര്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഈ ക്ലാസ് മുറികളിലാണ്. എന്ന് പറഞ്ഞാൽ ആരാ? ആ ക്ലാസ് മുറികളിൽ ആരാ ഇരിക്കുന്നത്? നമ്മളാണ്. നിങ്ങൾ ടീച്ചർമാർ മാത്രമല്ല, കുട്ടികളും. ഒറ്റക്കെട്ടായി നമ്മൾ പ്ലസ് ടുവിന് വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സോളാർ പാല് സ്ഥാപിക്കാനായിട്ട് ഈ അവസരത്തിൽ എനിക്ക് നന്ദി പറയാനുള്ളത്. അതിനുവേണ്ടി സംഭാവനയായിട്ട് തന്നിട്ടുള്ള ഒരുപാട് പേരോട് സൂചിപ്പിച്ചു. പേരൊന്നും അവരെടുത്ത് പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും അവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. പഞ്ചായത്തിന് വേണ്ടി അവരെ അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്ന നമ്മുടെ എച്ച്എമ്മിനെയും മറ്റുള്ള അധ്യാപകരെയും അതോടൊപ്പം തന്നെ PTA-യെയും എല്ലാവരെയും രക്ഷിതാക്കളെയും എല്ലാം ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഇന്റർനാഷണൽ സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അവൻ ഏതൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകൾ തുടക്കമായിട്ടാണ് ഇന്നിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി അച്ഛനും ഒരു സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. അതിന് 4,20,000 രൂപയാണ് അതിന്റെ ചെലവ്. 3,20,000 രൂപയോളം അതിനുവേണ്ടി കളക്ട് ചെയ്ത് കഴിഞ്ഞു. പല അഭ്യുദയകാംക്ഷികള്, ഇവിടുത്തെ പഠിപ്പിച്ചുപോയ റിട്ടയർ ചെയ്യുന്ന അധ്യാപകര്, പൂർവ്വ വിദ്യാർത്ഥികള്, നാട്ടുകാരൊക്കെ ഇതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ സാറ് പറഞ്ഞത് 1,00,000 രൂപയുടെ കൂടി കുറവുണ്ട് പറഞ്ഞു. 3,20,000 രൂപയായിട്ടുണ്ട്. അപ്പൊ 4,20,000 രൂപയാണ് അതിന്റെ ചെലവ്. അപ്പോൾ തീർച്ചയായിട്ടും സാറ് സൂചിപ്പിച്ചതുപോലെ, റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ 1,00,000 രൂപയുടെ കുറവുണ്ട്. അത് തീർച്ചയായിട്ടും കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി ആ 1,00,000 രൂപ നിങ്ങൾക്ക് വേണ്ടി സോളാർ പ്ലാന്റിന് വേണ്ടി നൽകും എന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ഇത് മാത്രമല്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തീർച്ചയായും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ നമ്മുടെ സ്വപ്നങ്ങളുണ്ട്. ഈ സ്കൂളിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന രീതിയിൽ ഇവിടെ ഒരുപാട് കളിസ്ഥലങ്ങൾ, ഒരുപാട് പഠന സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ വളർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന സ്നേഹത്തോടുകൂടി ആശംസിക്കുകയാണ്.
നമ്മുടെ സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പലപ്പോഴും അത് പുറത്തേക്ക് അറിയുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും പുറത്തേക്ക് അറിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് അറിയാതെ വരുമ്പോൾ സ്കൂളിനെ കുറിച്ചുള്ള യഥാർത്ഥ രൂപം പുറത്ത് കിട്ടാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ശ്രീധർ സാർ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു പുതിയൊരു പരിപാടി ആരംഭിക്കുകയാണ്, ഡിജിറ്റൽ മാഗസിൻ. നമ്മുടെ പ്രിയങ്കരനായ നവനീത് സാറിന്റെ നേതൃത്വത്തിലാണ് ഈ ഡിജിറ്റൽ മാഗസിൻ ഉണ്ടാകുന്നത്. നമ്മുടെ സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മുടെ സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ മാഗസിനിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിനെ വളരെ നല്ല രീതിയിൽ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു കണ്ണാടിയാണ് ഈ പറയുന്ന ഡിജിറ്റൽ മാഗസിൻ. ആ മാഗസിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെയാണ് കണ്ണാടി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കണ്ണാടി ഡിജിറ്റൽ മാഗസിൻ നമ്മുടെ സ്കൂളിന്റെ വളർച്ചയ്ക്ക്, ഈ സ്കൂളിനെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ, നമ്മുടെ പൊതുസമൂഹത്തിന്റെ മനോഭാവങ്ങളിൽ, സ്കൂളിനോടുള്ള മനോഭാവങ്ങളിൽ പോസിറ്റീവ് മനോഭാവങ്ങൾ വളർത്താൻ ഈ ഡിജിറ്റൽ മാഗസിനായ കണ്ണാടി സാധിക്കട്ടെ എന്ന സ്നേഹത്തോടെ ആശംസിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ശ്രീധർ സാറിനും നവനീത് സാറിനും സ്റ്റാഫിനുമൊക്കെ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ ഡിജിറ്റൽ മാഗസിൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇതിന് പിറകിൽ ആർത്തി കൊടുക്കുന്നത് നവനീത് സാറാണ്. ഒപ്പം തന്നെ ആ കുട്ടികളെ, രണ്ട് കുട്ടികൾ അവർ പ്രതിനിധികളായി എത്തിച്ചേർന്നിട്ടുണ്ട്. ആന്റണി സെബാസ്റ്റ്യനും ക്രിസ്ത്യാനിയും രണ്ടുപേരെയും ഇത് സ്വീകരിക്കാനായിട്ട്, ഒപ്പം തന്നെ ഇത് നൽകുവാനായിട്ട് ബഹുമാനപ്പെട്ട ഷീജനെയും ക്ഷണിക്കുന്നു. ഇന്നത്തെ സമ്മേളന ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്ക് സുപരിചിതരായ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ മാമാണ്. നമ്മുടെ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദ്യാലയങ്ങളുടെ വികസന കാര്യങ്ങളിൽ അത് അക്കാദമികമായാലും ഒപ്പം തന്നെ മറ്റ് കുട്ടികൾ നന്മയെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളായാലും, പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ്. ആ കാര്യങ്ങളിലൊക്കെ ഏറ്റവും മികച്ച രീതിയിലാണ് നമ്മുടെ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട തുളസി സോമൻ മാഡത്തെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സമ്മേളനത്തിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ കോട്ടപ്പുറം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി ജനറൽ മാനേജർ ബഹുമാനപ്പെട്ട ഷിജു കള്ളക്കളച്ചനാണ്. അച്ഛൻ അല്പസമയത്തിനകം എത്തിച്ചേരും. അച്ഛനെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ സമ്മേളനത്തിന് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ വിദ്യാലയത്തിന്റെ മാനേജറും നമ്മുടെ ഇടവക വികാരിയുമായ ബഹുമാനപ്പെട്ട ജയ്ജു ഇലിക്കലച്ചനാണ്. അച്ഛൻ ഇന്ന് ആദ്യം എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചത് കാരണം അച്ഛനെ സംബന്ധിച്ച് ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ആയിട്ട് അച്ഛൻ ഇവിടെ നിന്ന് സ്ഥലം മാറി പോവുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കുകളുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു. എങ്കിൽ പോലും ഉള്ള സമയത്തിനിടയ്ക്ക് നമ്മുടെ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുവാനും ഇതിൽ പങ്കെടുക്കുവാനും സന്മനസ് കാണിച്ചു. നമ്മുടെ ഏത് വികസന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട വിജയച്ചൻ്റേത്. ബഹുമാനപ്പെട്ട ജയജയച്ചനെ ഏറെ സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയനാണ്. രമണി അജയനാണ് വിളിക്കുന്നില്ല, കാരണം രമണേച്ചിന് എല്ലാവർക്കും രമണി ചേച്ചിയാണ്. എല്ലാവരും രമണയെ വിളിക്കുന്നു, രമണി ചേച്ചി വിളിച്ചു. കാരണം ആ വിളിയിന് ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം ഏവരോടും പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതമാണ് രമണി ചേച്ചിയോട്. എല്ലാവർക്കും കൈ കൊടുത്ത് എല്ലാവരുടെയും തോളത്തെട്ടി ഏറെ സ്നേഹത്തിന് കടന്നു പോകുന്ന ഒരു പ്രകൃതം നമ്മുടെ വിദ്യാലയത്തിൽ ഇരിക്കുന്നതെന്നും ഈ അക്കാദമിക വർഷം തന്നെ ചുരുങ്ങിയത് ഒരു 4-5 പ്രാവശ്യമെങ്കിലും പരിപാടികൾ കൊണ്ടുവരികയും ഇടയ്ക്കിടെ പോകുമ്പോഴൊക്കെ കയറിപ്പോവുകയും ചെയ്യുന്ന വിദ്യാലയത്തിന് ഏറെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം ബഹുമാനപ്പെട്ട രമണി അജയൻ മാഡത്തെ അല്ലെങ്കിൽ രമണി ചേച്ചിയെ ഏറെ
ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കലാസഹായം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത മിമിക്രി സീരിയൽ ആർട്ടിസ്റ്റുള്ള അബീഷ് ആന്റണിയാണ്. എന്നെ കുറച്ചു നേരത്തെ വിളിച്ചിരുന്നു. ഷൂട്ടിങ്ങിന്റെ തിരക്കിലാണ്, ഇന്നവിടെ പാക്കപ്പാണ്, ഒരു സിനിമയുടെ പാക്കപ്പാണെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് സമയത്തിനിടയ്ക്ക് ഇവിടെ വന്നു ചേരാം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ മീറ്റിംഗ് കഴിഞ്ഞാൽ പോലും ഞാൻ ഉത്തരം അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും അബീഷിന്റെ അസാന്നിധ്യത്തിലും അബീഷിന്റെ ഏറെ സ്നേഹത്തോടെ ഇവയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശ്വാസവാർത്ത സംസാരിക്കുന്നത് നമ്മുടെ പറവൂർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള KJ ഷൈൻ ടീച്ചറാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയതുകൊണ്ടല്ല, അതുകൊണ്ട് മാത്രമല്ല നമ്മൾ വിളിച്ചത് ടീച്ചർ പള്ളിപ്പുറം സെന്റ് മേരീസിന്റെ കുടുംബാംഗമാണ്. കഴിഞ്ഞ മാസമാണ് ടീച്ചർ ഇവിടെ നിന്നും BRCയിലേക്ക് പറവൂർ BRCയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയത്. പക്ഷെ ഇപ്പോഴും ടീച്ചറുടെ പാരന്റ് സ്കൂൾ എന്ന് പറയുന്നത് പള്ളിപ്പുറം സെന്റ് മേരീസാണ്. ഈ സമയവും വീഴ്ച ചോദിക്കുന്നവർ എന്തിനു വേണ്ടി അറിയിക്കണം, ഞാൻ വന്നിരിക്കും. അതിനൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിന്റെ വികസന കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാ തരത്തിലുള്ള സഹായം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നല്ലൊരു പ്രഭാഷക കൂടിയാണ് ഷൈൻ ടീച്ചർ. ഷൈൻ ടീച്ചറെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഷെജു കണ്ടക്ടർ നമ്മുടെ ജനതാജൻ ചേർന്നുകൊണ്ട് നല്ലൊരു കഴിയോടെ നമുക്ക് ഷെജുവിനെ സ്വാഗതം ചെയ്യാം. ഷെജുവിനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ജനറൽ മാനേജറായി പ്രവർത്തനത്തിന് ശേഷം നമ്മുടെ രൂപതയിലെ എല്ലാ സ്കൂളുകളും അതിന്റെ മുഖം നിരക്കി വികസനത്തിന്റെ പാതയിലാണ്. എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. തിരുത്തിപ്പുറം ഹൈസ്കൂളിൽ കഴിഞ്ഞ 4 വർഷം ഞാനായിരിക്കുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ അച്ഛൻ ചെയ്തിരുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും നന്ദിയോടെ സ്മരിക്കുകയാണ്. ആ സ്കൂൾ മാത്രമല്ല, നമ്മുടെ രൂപതയിലെ എല്ലാ സ്കൂളുകളും എങ്ങനെ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട ഷെജുവിനാണ്. ആ സഹായിക്കുന്ന കാര്യത്തിന് യാതൊരു പിശുക്കും അച്ഛൻ കാണിച്ചിട്ടില്ല. ഏതൊരു കാര്യം എപ്പോൾ ചോദിച്ചാലും ഏതൊരു നിർത്തലുകളും നടത്തിത്തരും. ഇപ്പോഴും ഈ സോളാർ പ്ലാന്റിന്റെ കാര്യത്തിൽ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ തീർച്ചയായും നല്ലൊരു പരിഗണന ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഈ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം കൂടി അച്ഛൻ അറിയിക്കുകയാണ്. ആ സഹായം പറഞ്ഞ് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുക. അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ സഹകരിച്ചു പോകുന്ന നമ്മുടെ വിഷയത്തിന് ഏറെ സ്നേഹത്തോടെ ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ വാർഡ് മെമ്പർ അലക്സാണ്ടർ വാത്സൻ നമ്മുടെ PTA കമ്മിറ്റി അംഗമാണ്. വാത്സന്റെ മകളോടെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയത്തിന്റെ ഏതൊരു കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ വാത്സൻ. ഒരു വാർഡ് മെമ്പർ എന്നതിനുപരിയായിട്ട് നമ്മുടെ ഈ മേഖലയിൽ വികസനമായിട്ട് നന്നായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അലക്സാണ്ടർ വാത്സൻ. നമ്മുടെ വിദ്യാർത്ഥിയുടെ കാലത്താണെങ്കിലും ഏതൊരു കാര്യമായി മുന്നിട്ടിറങ്ങിയാലും അതിന് ഏത് സാങ്കേതിക സഹായവും അല്ലെങ്കിൽ ഏത് വ്യക്തിയെ കാണുമെങ്കിലും ഏത് വ്യക്തിയുടെ സഹായത്തിനും വാത്സൻ റെഡിയാണ്. അലക്സാണ്ടർ വാത്സനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് മേരീസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സോസയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സേവിച്ചേട്ടൻ സേവിതാനിപ്പള്ളിയുടെ രീതിയിൽ സംഘടിതമാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ ഭൗതിക പുരോഗതിയിൽ വളരെ കാര്യമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സോസ. നമ്മുടെ കമ്പ്യൂട്ടർ ലാബായാലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ വികസന കാര്യങ്ങളിലായാലും വിദ്യാർത്ഥികൾക്കായുള്ള ഓറിയന്റേഷൻ ക്ലാസുകളായാലും എല്ലാ കാര്യങ്ങളിലും നമ്മളൊപ്പം സംഘടിക്കുന്നു. ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ വേണ്ടി, അതായത് സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്കൂൾ തുറന്നതിന് മുമ്പായാലും ഈ റോഡിന് നല്ല തിരക്കാണ്. അപ്പൊ കുട്ടികൾ അവിടെ നിന്ന് വരുവാനും പോകുവാനും ഒക്കെ ട്രാഫിക് പ്രശ്നമുണ്ടാകുന്നു, അപകട സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സോഷ്യൽ നേതൃത്വത്തിന് ഒരു വെയിറ്റിംഗ് ഷെഡ് പണിയാനായിട്ട് കുറെ നാളുകളായി ആലോചിക്കുന്നു. അതിന്റെ അവസാന തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അടുത്ത് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളായിട്ട് ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കപ്പെടും. അതിനുവേണ്ടി മുൻകൈയെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സോസയെയും സോഷ്യൽ പ്രസിഡന്റിനെയും അഭിനയിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂൾ ലീഡർ അലൻ MS വഴിയുണ്ട്. അലൻ ഏറെ നല്ല രീതിയിൽ, അതായത് കുട്ടികൾക്ക് ഒരു
മാതൃകയായിട്ട് തന്നെ പ്രവർത്തിച്ചിരിക്കുന്ന സ്കൂൾ ലീഡറാണ്. അതിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനറും അതുപോലെ ഫസ്റ്റ് സ്റ്റുഡന്റായിട്ടുള്ള സീനിയർ ടീച്ചർ വേദിയുണ്ട്. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ബഹുമാനപ്പെട്ട സീനിയർ ടീച്ചറാണ്. സീനിയർ ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അഭിനയ ആവശ്യങ്ങളെ കാണുവാനും അവിടെ വിരമിച്ച അധ്യാപകരെ കാണുവാനും ഒക്കെ അവരെല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒത്തൊരുമയുടെ ഫലമായിട്ടാണ് നമ്മൾ 10 KV ഒരു സോളാർ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കുകയും അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നത്. അതിനൊക്കെ പിന്നണിയായി മുന്നോട്ട് നിൽക്കുന്ന നമ്മുടെ PT പ്രസിഡന്റ് ജെനി സാറിനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസിക്കുകയാണ്. ഈ സെന്റ് മേരീസിന്റെ 124 വാർഷികം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അതിശയമാണ്. ആ 124 വാർഷികവും ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് CP സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ചെറിയ കവിതകളിലൂടെ ഇവിടെ നിങ്ങളെല്ലാം പഠിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക്. കാരണം ആ കവിതകൾ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള കവിതകളാണ്. നമ്മൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ CP സാറ് പറയുമ്പോൾ ഞങ്ങളെല്ലാം വിളിക്കുമ്പോൾ CP സാറ് പറയുന്നത് സ്കൂൾ അന്തരീക്ഷത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളെ കവിതയിലൂടെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ മാറും എന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്ക് വേണ്ടതും. അതുകൊണ്ട് തന്നെയാണ് ഈ 124 വാർഷികവും നിങ്ങളിങ്ങനെ കൊണ്ടാടാൻ കഴിയുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ വാർഷികം ഏറെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. എന്നെ വിളിച്ചതിന് ഏറെ സന്തോഷത്തോടെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഇതിന്റെ വിളവെടുപ്പും വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഗംഭീരമായി ചർച്ചകളും അല്ലെങ്കിൽ ചിന്തകളും ഒക്കെ പങ്കുവയ്ക്കപ്പെടുന്ന ഒരു ദിനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറവ് തന്നെ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടും ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ കൊണ്ടും എല്ലാ വിദ്യാലയങ്ങൾ കൊണ്ടും എല്ലാ സ്കൂളുകളിലേക്കാണ് മുന്നിൽ നിൽക്കുന്ന എന്ന് തന്നെയാണ് നമ്മുടെ സ്കൂൾ. കഴിഞ്ഞ ഒരു വർഷത്തിൽ പ്രവർത്തന റിപ്പോർട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വർഷങ്ങളിൽ ഈ സ്കൂളിൽ നടന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രം വിജയകരമായിരുന്നു എന്നാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം 124ാമത്തെ വാർഷിക ആഘോഷമാണ് നടക്കുന്നത്. അതായത് അടുത്ത വർഷം 20 വർഷം കൂടെയാണ്
നിർവഹിച്ചു. ഹോസ്റ്റസ് പഞ്ചായത്തുകൾ ദ്വാപകം ഉന്നതിന്റെ പ്രാരംഭമാണ് സ്കൂൾ വാർഷികത്തിന്റെ അധ്യക്ഷൻ പ്രസിഡന്റ് ശ്രീ വിനീൻ പുത്തൻപേട്ടൻ സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തുളസി സോനു, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട ജോയിച്ച, നമ്മുടെ സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുന്ന പള്ളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി അജയൻ, നമ്മുടെ സ്കൂളിന്റെ പ്രധാന അധ്യാപകൻ സോനിസ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന പറവൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നമ്മുടെ